തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ ഉദ്ധവ് ശിവസേനയും പിളർപ്പുറപ്പായി 6 എംപിമാർ ഡൽഹിയിൽ വെച്ച് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ശിവസേന ഷിൻഡെ പക്ഷ നേതാവുമായ ഏക്നാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തി പ്രത്യേക ബ്ലോക്കായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് ഇവർ കത്ത് നൽകും. വിമതരെ അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയ ഉദ്ധവ് വിഭാഗം കുതിരക്കച്ചവടമാണ് എൻഡിഎ നടത്തുന്നതെന്ന് ആരോപിച്ചു. ആദ്യം തൃണമൂൽ, ഇപ്പോൾ ശിവസേന. വർഷകാല സമ്മേളനത്തിന് മുൻപായി 3/2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമം തുടരുകയാണ് എൻഡിഎ. 9 MLA-മാരുള്ള ശിവസേന ഉദ്ധവ് പക്ഷത്തെ 7 പേർ ഒപ്പം എത്തുമെന്നാണ് ഷിൻഡെ പക്ഷം അവകാശപ്പെട്ടിരുന്നതെങ്കിലും 6 എംപിമാരെങ്കിലും മറുകണ്ഠം ചാടിയേക്കും. ഞായറാഴ്ച മധോശ്രീയിൽ വെച്ച് ചേർന്ന എംപിമാരുടെ യോഗത്തിൽ 4 പേർ നേരിട്ടെത്താതെ ഓൺലൈനായി പങ്കെടുത്തപ്പോൾ തന്നെ വിമത നീക്കം ബലപ്പെട്ടിരുന്നു. ഇന്നലെ എംപിമാരിൽ ഭൂരിഭാഗവും ഡൽഹിയിലെത്തി. പിന്നാലെ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഡൽഹിക്ക് തിരിച്ചു. വിമതരുമായി അർദ്ധരാത്രി ഷിൻഡെ കൂടിക്കാഴ്ച നടത്തി. വിമത നീക്കം തിരിച്ചറിഞ്ഞ ഉദ്ധവ് പക്ഷമാകട്ടെ ഇതിനിടെ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് കൈമാറി. വിമതരെ അംഗീകരിക്കരുതെന്നും തീരുമാനം കൈക്കൊള്ളുന്നതിന് മുൻപ് പാർട്ടിയുടെ വിശദീകരണം കേൾക്കണമെന്നും ലോക്സഭാ കക്ഷി നേതാവ് അരവിന്ദ് സാവന്ത് നൽകിയ കത്തിൽ പറയുന്നു. വിമതർക്കും എൻഡിഎക്കുമെതിരെ കടുത്ത വിമർശനമാണ് ഉദ്ധവ് പക്ഷം ഉന്നയിച്ചത്. 50 കോടിയാണ് വാഗ്ദാനമെന്നും ഇതിൽ 15 കോടി രൂപ നൽകിയതായും സഞ്ജയ് റാവുത്ത് ആരോപിച്ചു. നാളെ രാവിലെ 11 മണിക്ക് പാർലമെന്ററി പാർട്ടി യോഗം ഉദ്ധവ് പക്ഷം വിളിച്ചിട്ടുണ്ട്. പങ്കെടുത്തില്ലെങ്കിൽ നടപടി കൈക്കൊള്ളുമെന്ന് ഉദ്ധവ് വിഭാഗം അറിയിച്ചു. പ്രത്യേക ബ്ലോക്കിന് നിയമത്തിന്റെ പിൻബലമില്ലാത്തതിനാൽ സ്പീക്കറുടെ നിലപാടും വിമതരുടെ തുടർ നീക്കവും നിർണായകമാണ്. തൃണമൂൽ വിമതരുടെ ലയനത്തിൽ സ്പീക്കർ തീരുമാനമെടുത്തില്ലെങ്കിലും അംഗീകാരം ലഭിച്ചാൽ എൻഡിഎ പക്ഷത്ത് 313 എംപിമാരാകും. അതിന് പിന്നാലെ ശിവസേന വിമതർ കൂടി എത്തുമ്പോൾ അംഗബലം വീണ്ടും ഉയരും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.